ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം നടന്ന 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയിലെ ഫിസിക്സ് ആൻസർ കീയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ എ. ചോദ്യം 1. വായുവിൽ നിന്നും ജലത്തിലേക്ക് ലംബവുമായുള്ള 50 ഡിഗ്രി കോണിൽ പതിക്കുന്ന പ്രകാശം. ഉത്തരം ഡി. ലംബവുമായി 50 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ കോണിൽ ജലത്തിലേക്ക് അപവർത്തനം ചെയ്യപ്പെടും. 2. പ്രസ്താവന. ഒരു വസ്തുവിന് കൊച്ചിയിൽ അനുഭവപ്പെടുന്ന ഭാരവും തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്ന ഭാരവും തുല്യമായിരിക്കും. കാരണം ഭൂമിയിൽ എല്ലായിടത്തും ഗുരുത്വാകർഷണ ത്വരണം തുല്യമാണ്. ഉത്തരം ഡി. പ്രസ്താവന ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. 3. ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ട പട്ടിക ക്രമീകരിക്കുക. ശരിയായ ഓപ്ഷൻ എ 1y 2z 3x. 4. പോസിറ്റീവ് പ്രവൃത്തിയുടെ ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഉത്തരം എ. ഒരു മാങ്ങ വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. സെക്ഷൻ ബി. 5. ബലവും സ്ഥാനാന്തരവും. എ. വസ്തുവിനനുഭവപ്പെടുന്ന പരിണതബലം എത്ര? ഉത്തരം 1000 N. ബി. വസ്തുവിനനുഭവപ്പെടുന്ന ബലം സന്തുലിതമാണോ അസന്തുലിതമാണോ? ഉത്തരം സാധൂകരിക്കുക. ഉത്തരം അസന്തുലിത ബലം. സാധൂകരണം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണതബലം 0 അല്ലെങ്കിൽ ഇവിടെ 1000 എണ്ണാണ്. ആ ബലത്തെ അസന്തുലിത ബലം എന്ന് വിളിക്കുന്നു. അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുവിന് ചലനം സംഭവിക്കുകയുള്ളൂ. 6a. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പ്രവേഗസമയ ഗ്രാഫ് ചുവടെ കൊടുത്തിരിക്കുന്നു. എ മുതൽ ബി വരെയുള്ള കാറിന്റെ ത്വരണം കണ്ടെത്തുക. ഉത്തരം സാധൂകരിക്കുക. ഉത്തരം എ മുതൽ ബി വരെ കാറിന്റെ ത്വരണം 0 m/s². സാധൂകരണം. പ്രവേഗസമയ ഗ്രാഫിൽ എ മുതൽ ബി വരെ ഭാഗം സമയം അച്ചിന് സമാന്തരമായ തിരശ്ചീന രേഖയാണ്. ഇത് കാറിന്റെ പ്രവേഗം സ്ഥിരമാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രവേഗത്തിൽ മാറ്റമില്ലാത്തതിനാൽ ത്വരണം ശൂന്യമാണ്. ബി. ഗ്രാഫിൽ കാറിന്റെ മന്ദീകരണം സൂചിപ്പിക്കുന്നത് ഏതു ഭാഗമാണ്? എന്തുകൊണ്ട്? ഉത്തരം ബി മുതൽ സി വരെ ഭാഗമാണ്. കാരണം ബി മുതൽ സി വരെ ഗ്രാഫ് താഴോട്ട് ചരിയുന്ന രേഖയാണ്. അതായത് സമയം കൂടുമ്പോൾ പ്രവേഗം കുറയുന്നു. പ്രവേഗം കുറയുന്നതിനാൽ കാറിന് മന്ദീകരണം, നെഗറ്റീവ് ത്വരണം ഉണ്ടാകുന്നു. 6b. ചുവടെ നൽകിയിരിക്കുന്ന പ്രവേഗസമയ ഗ്രാഫ് നിരീക്ഷിക്കുക. വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിച്ച സമയത്ത് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുക. ഉത്തരം സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്തെ സ്ഥാനാന്തരം. പ്രവേഗം ഗുണം സമയം. ഗ്രാഫ് നോക്കുമ്പോൾ വസ്തു പി മുതൽ ആർ വരെ സമപ്രവേഗത്തിൽ 90 m/s സഞ്ചരിക്കുന്നു. പ്രവേഗം 90 m/s. സമയം 6 സെക്കൻഡ്. 3 സെക്കൻഡ് മുതൽ 9 സെക്കൻഡ് വരെ. സ്ഥാനാന്തരം 90 × 6 540 മീറ്റർ. ഒരു കാർ സമവേഗത്തിൽ ഒരു വളവ് തിരിയുന്നു. അതിന്റെ പ്രവേഗം സമമാണോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഉത്തരം ഇല്ല, കാറിന്റെ പ്രവേഗം സമമല്ല. സാധൂകരണം. കാർ സമവേഗത്തിൽ സഞ്ചരിച്ചാലും വളവ് തിരിയുമ്പോൾ പ്രവേഗത്തിന്റെ ദിശ മാറുന്നു. പ്രവേഗമെന്നത് വേഗവും ദിശയുമുള്ള അളവായതിനാൽ ദിശ മാറുമ്പോൾ പ്രവേഗവും മാറുന്നു. അതിനാൽ കാറിന്റെ പ്രവേഗം സമമല്ല. ചുവടെ കൊടുത്തവയ്ക്കുള്ള കാരണങ്ങൾ നൽകുക. എ. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതൽ മാരകമാണ്. അപകട സമയത്ത് വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാരന്റെ ശരീരം മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. ജഡത്വം കാരണം. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ശരീരം നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പതിക്കുകയും ഗുരുതര പരിക്കുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് അപകടങ്ങൾ കൂടുതൽ മാരകമാകുന്നത്. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുമ്പോൾ കൈ പുറകോട്ട് ചലിപ്പിക്കുന്നു. പന്തിന്റെ പ്രവേഗമാറ്റം ഒരേ ആയിരിക്കുമ്പോൾ കൈ പുറകോട്ട് ചലിപ്പിക്കുന്നതുകൊണ്ട് സമയം വർദ്ധിക്കുന്നു. സമയം വർദ്ധിക്കുമ്പോൾ കൈയിൽ പ്രവർത്തിക്കുന്ന ബലം കുറയുന്നു. അതുകൊണ്ടാണ് കൈ പുറകോട്ട് ചലിപ്പിക്കുന്നത്. 9a. 100 കിലോഗ്രാം മാസുള്ള ഒരു ട്രോളി 5 m/s² ത്വരണത്തോടെ 16 മീറ്റർ ദൂരം നീങ്ങുന്നു. അയാൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തുക. നൽകിയത് m = 100 കിലോഗ്രാം, a = 5 m/s², s = 16 മീറ്റർ. f = ma = 100 × 5 = 500 N. w = fs = 500 × 16 = 8000 J. 9b. 4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് 20 m/s വേഗമാർജിച്ച് 40 മീറ്റർ സ്ഥാനാന്തരം സഞ്ചരിക്കുന്നു. ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തുക. പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കുന്ന വിധം പ്രായ കൊടുത്തിരിക്കുന്നു. 10. എ. നിർബാധ പതനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്താണ്? ഒരു വസ്തു വായു പ്രതിരോധമില്ലാതെ
ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിൽ മാത്രം താഴേക്ക് പതിക്കുന്നതിനെ നിർബാധ പതനമെന്നു പറയുന്നു. ബി. നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരം 0 കാരണമെന്ത്? നിർബാധ പതനത്തിൽ വസ്തുവിന് ആധാര പ്രതികരണ ബലം നോർമൽ റിയാക്ഷൻ ലഭിക്കില്ല. അതിനാൽ വസ്തുവിന്റെ പ്രത്യക്ഷ ഭാരം 0 തോന്നുന്നു. 11. എ. അഭികേന്ദ്ര ബലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്താണ്? ഒരു വസ്തുവിനെ വൃത്തപഥത്തിൽ സഞ്ചരിപ്പിക്കാൻ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് പ്രവർത്തിക്കുന്ന ബലം അഭികേന്ദ്ര ബലം എന്ന് പറയുന്നു. ബി. സമവർത്തുള ചലനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ പ്രവേഗത്തിന്റെ ദിശ എന്തായിരിക്കും? സമവർത്തുള ചലനത്തിൽ വസ്തുവിന്റെ പ്രവേഗം ഓരോ നിമിഷവും വൃത്തപഥത്തിന് സ്പർശരേഖയായ ദിശയിലാണ്. സെക്ഷൻ സി 12. ചില മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം പട്ടികയിൽ നൽകിയിരിക്കുന്നു. എ. പ്രകാശം ഏതു മാധ്യമത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? 1. ജലം. കാരണം അപവർത്തനാങ്കം ഏറ്റവും കുറവാണ്, 1.33. ബി. സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഗ്ലിസറിനിലേക്ക് 30 ഡിഗ്രിയിൽ പതിക്കുന്ന പ്രകാശകിരണം എത്ര കോണളവിൽ കടന്നുപോകും? സാധൂകരിക്കുക. സൺഫ്ലവർ ഓയിൽ, ഗ്ലിസറിൻ ഇരുവർക്കും അപവർത്തനാങ്കം ഒരേതാണ്, 1.47. അതിനാൽ പ്രകാശകിരണം വഴിമാറാതെ 30 ഡിഗ്രി കോണിൽ തന്നെ കടന്നുപോകും. സാധൂകരിക്കുക. അപവർത്തനാങ്കത്തിൽ മാത്രമില്ലെങ്കിൽ പ്രകാശകിരണത്തിന്റെ ദിശ മാറില്ല. 13. ചുവടെ നൽകിയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുയോജ്യമായ നിയമം എഴുതുക. എ. റോക്കറ്റിന്റെ അറകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വാതകം റോക്കറ്റിന്റെ കുതിപ്പിന് കാരണമാകുന്നു. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. പ്രവർത്തനത്തിനും പ്രതികരണത്തിനും തുല്യവും വിപരീതവുമായ ബലങ്ങളുണ്ടാകും. ബി. ഒരു ബസ് നിശ്ചലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ പിന്നോട്ട് വീഴാൻ ശ്രമിക്കുന്നു. ന്യൂട്ടന്റെ 1-ാം ചലന നിയമം, ജഡത്വ നിയമം. സി. പോൾവാൾട്ട് ജമ്പിൽ ഫോംബെഡിൽ വീഴുന്നതിലൂടെ കായിക താരത്തിന്റെ ആഘാതം കുറയുന്നു. ന്യൂട്ടന്റെ 2-ാം ചലന നിയമം. സമയം വർദ്ധിപ്പിച്ചാൽ ബലം കുറയും. 14. ചന്ദ്രോപരിതലത്തിലെ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6. എ. 18 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരമെത്ര? നൽകിയത് m 18 കിലോഗ്രാം, g 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭാരം mg 18 × 10 180 n. ഈ വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന മാസും ഭാരവും എത്ര? മാസ് സ്ഥലം മാറിയാലും മാസ് മാറില്ല, 18 കിലോഗ്രാം. ചന്ദ്രനിലെ ഭാരം. ചന്ദ്രനിലെ ഭാരം 1/6 ഭൂമിയിലെ ഭാരം 1/6 × 180 30 n. അല്ലെങ്കിൽ 14b. എ. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരമെത്ര? 0. 0. ഭൂകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം ശൂന്യമാണ്. ഒരു വസ്തുവിന്റെ ഭാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? 1. വസ്തുവിന്റെ മാസ്. 2. ആ സ്ഥലത്തെ ഗുരുത്വാകർഷണ ത്വരണം g. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് പരമാവധി ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? കാരണം നൽകുക. ധ്രുവങ്ങളിൽ. കാരണം ധ്രുവങ്ങളിൽ ഭൂമിയുടെ അർദ്ധവ്യാസം കുറവായതിനാൽ ഗുരുത്വാകർഷണം കൂടുതലാണ്. 15a. വായുവിലെ ഭാരം 0.45 കിലോഗ്രാം w. വെള്ളത്തിലെ ഭാരം 0.31 കിലോഗ്രാം w. ഭാരനഷ്ടം. ഭാരനഷ്ടം 0.45 - 0.31 0.14 കിലോഗ്രാം w. പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം ഭാരനഷ്ടം 0.14 കിലോഗ്രാം w. ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം.
ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം പ്ലവക്ഷമബലം 0.14 കിലോഗ്രാം W. അല്ലെങ്കിൽ 15 ബി. പ്ലവക്ഷമബലത്തിൽ എന്തു മാറ്റമുണ്ടാകുന്നു വിശദമാക്കുക. കടലിൽ നിന്ന് നദിയിലേക്ക് കടക്കുമ്പോൾ നദീജലത്തിന് സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറയുമ്പോൾ പ്ലവക്ഷമബലം കുറയുന്നു. അതിനാൽ കപ്പൽ കൂടുതൽ താഴ്ന്നുകിടക്കുന്നു. പ്ലവക്ഷമബലത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എഴുതുക. ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ അളവ്. 16. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ലാക്ടോമീറ്റർ. ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം എന്താണ്? ആർക്കിമീഡീസ് സിദ്ധാന്തം. ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണം എഴുതുക. ഹൈഡ്രോമീറ്റർ. 17. 1.5 മീറ്റർ ഉയരമുള്ള പോർട്ടർ 15 കിലോഗ്രാം സ്യൂട്ട്കേസ് ഉയർത്തുന്നു. G = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. W = mgh 15 × 10 × 1.5 225 ജൂൾ. സെക്ഷൻ ഡി. 18A. സമയം കണക്കാക്കുക. M = 500 ഗ്രാം 0.5 കിലോഗ്രാം. F = 20 N. U = 65 മീറ്റർ പെർ സെക്കൻഡ്. V = 5 മീറ്റർ പെർ സെക്കൻഡ്. F = ma. A = 20/0.5 40 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. V = U + AT. 5 = 65 - 40t. 40t = 60 t = 1.5 സെക്കൻഡ്. അല്ലെങ്കിൽ 18B. വസ്തുവിന്റെ വേഗത്തിലുള്ള മാറ്റം കണക്കാക്കുക. M = 700 ഗ്രാം 0.7 കിലോഗ്രാം. F = 14 N. T = 2 സെക്കൻഡ്. A = F/m 14/0.7 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡെൽറ്റ V = AT 20 × 2 40 മീറ്റർ പെർ സെക്കൻഡ്.